അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുലാവ് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാം. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി വെജിറ്റബിൾ പുലാവാണിത്. മാത്രമല്ല ഈ ഒരു റെസിപ്പിക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ 3 പച്ചമുളക് അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 3 എഗ്ഗ് ഇവിടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഇതിലേക്ക് ജസ്റ്റ് കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതും ഒന്ന് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാമെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ റൈസൊക്കെ വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ പണി കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പ്, കറാമ്പൂ, അതുപോലെ കറാമ്പട്ട, കുറച്ച് ഏലക്കായ അതൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ അതിൻ്റെ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് എന്താ പറയുക, ഒരു 80% ഒക്കെ ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് തലേ ദിവസം തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ റൈസ് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും റൈസൊക്കെ അങ്ങ് വിടർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. ഏകദേശം നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഈ വെജിറ്റബിൾ പുലാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. പിന്നെ നമ്മൾ വെക്കുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അതുപോലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെക്കണം കേട്ടോ. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ഇത് വെളിച്ചെണ്ണയിൽ റെഡിയാക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ എഗ്ഗിൻ്റെ മിക്സ്ചറും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലോണം ചൂടായിട്ട് തന്നെ ഒഴിച്ചാൽ മതി. എന്നിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാനിത് കറക്റ്റ് ഓംലേറ്റ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഓംലേറ്റ് ആവുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി കേട്ടോ. അപ്പോൾ ഇത് 3 കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഈസി ആയിട്ട് തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കുമ്പോൾ ഇതും കൂടെ സൈഡിൽ വെച്ച് കൊടുക്കാമല്ലോ. ഇനി ഇതിന് പകരം ചിക്കൻ ആണെങ്കിലും നിങ്ങൾക്ക് സൈഡായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഓംലേറ്റ് എന്തായെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഓംലേറ്റൊക്കെ കുക്കായി വന്നിട്ട് ഇനി ഇത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള അതേ ഒരു പാത്രത്തിലോട്ട് തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 2 ടീസ്പൂൺ ഓയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ വെളുത്തുള്ളി ചേർക്കുമ്പോൾ പച്ചമുളക് ചേർക്കരുത് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം മാത്രം പച്ചമുളക് ചേർത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ കുറച്ച് പച്ചമുളക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 3 പച്ചമുളകും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ട്, അതുപോലെ കുറച്ച് ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, അങ്ങനെ ഒരു 4 ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങുകയാണെങ്കിലും നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ഈ ഒരു പാക്കറ്റ് ആകുമ്പം നമ്മൾ ഓവർ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. റെഡി ടു കുക്ക് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു 10 മിനിറ്റ് ടൈം മാത്രം ആവശ്യം വന്നിട്ടുള്ളൂ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പം ഒരുപാട് ഉപ്പ് ചേർക്കരുത് കേട്ടോ. നമുക്ക് ഇതിൽ റൈസ് ചേർത്തതിന് ശേഷം വീണ്ടും കുറച്ച് ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ചേർക്കാനുള്ളതാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്രഷ് വെജിറ്റബിൾസ് ചേർക്കാമെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഗ്രീൻ പീസ് കുതിർത്ത് വെക്കുക, എന്നിട്ട് വേവിച്ചിട്ട് വേണം കേട്ടോ ഇതിലോട്ട് ചേർക്കാനായിട്ട്. എന്നാലേ നമുക്ക് ഗ്രീൻ പീസ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ പലർക്കും ഇതറിയായിരിക്കും, എന്നാലും ആർക്കെങ്കിലും അറിയാത്തത് ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനൊരു ടീസ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ആണെങ്കിലും നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആ മസാല ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓംലേറ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ റൈസില്ലേ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ 2 തവണയായിട്ട് റൈസ് ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ ഇവിടെ കുറച്ച് റൈസ് എടുത്തുകൊണ്ടാണ് കേട്ടോ അത് മുഴുവനായിട്ട് ചേർക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓംലേറ്റ് ഇതിന് മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും ചേർത്തിട്ട് ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കുക. എന്നിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുഞ്ഞു പീസാക്കി മുറിച്ചിട്ടോ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ചിക്കൻ വേവിക്കുന്ന ടൈമിൽ മഞ്ഞൾപ്പൊടി ചേർക്കരുത് കേട്ടോ. അങ്ങനെ ചേർക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുലാവിൻ്റെ കളറ് മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആയിപ്പോവും. ചിക്കനും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും അതുപോലെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. പിന്നെ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു അരമണിക്കൂറിൽ തന്നെ ഈ ഒരു പുലാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ കമൻ്റായിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒരു സ്മൈലി എങ്കിലും ഇടുക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടെ എത്തുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.